ആരാധികമാരോടാണോ ആരാധകന്മാരോടാണോ കൂടുതൽ താല്പര്യം? ഞാൻ അത്രക്കാരൻ ഇപ്പൊ അവസരമുണ്ട് ചോദ്യം മാറ്റാൻ. എന്ത് ചോദ്യം? ഒരു ദിവസം ഞാൻ അവിടെ ഗേറ്റിന്റെ മുമ്പില് വൈഫിനെ ആക്കിയിട്ട് നിൽക്കുമ്പോ ചേട്ടൻ അതേ കൂടി ഹോണ്ട സിറ്റി കാറിൽ പാസ് ചെയ്ത് പോയി. ഞാനും ചിരിച്ചു, വൈഫും ചിരിച്ചു. പക്ഷെ ചേട്ടൻ എന്നെ നോക്കി ചിരിച്ചില്ല. ചേട്ടൻ അതേ കൂടി ഹോണ്ട സിറ്റി കാറിൽ പാസ് ചെയ്ത് പോയി. ഞാനും ചിരിച്ചു, വൈഫും ചിരിച്ചു. പക്ഷെ ചേട്ടൻ എന്നെ നോക്കി ചിരിച്ചില്ല. നീരജ് സൂക്ഷിച്ച് നടക്കുക. മനസ്സിലായോ? അല്ല ഉണ്ണി കണ്ടില്ല. അല്ല പെട്ടെന്ന് രണ്ടാമത് വേറൊരു ദിവസവും ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. ജിമ്മിന്റെ മുമ്പിൽ കാർ പാർക്ക് ചെയ്ത് റോഡ് ക്രോസ് ചെയ്താണ് ചേട്ടൻ പോറ. അപ്പൊ ഞാൻ അതുവഴി ബൈക്കിൽ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഹെൽമെറ്റ് നോക്കി നോക്കിയപ്പോഴും ചേട്ടൻ ബൈക്കിനെ നോക്കിയാണ് ചിരിച്ചു. എന്താ ഒരു എല്ലൊടിയാണ് ഒച്ച കേട്ടത്? എല്ലൊടിഞ്ഞിട്ടില്ലടാ, ഒടിയാൻ പോണേ ഉള്ളൂ. അപ്പോഴും ഞാൻ ഹെൽമെറ്റ് നോക്കി നോക്കിയപ്പോഴും ചേട്ടൻ ബൈക്കിനെ നോക്കിയാണ് ചിരിച്ചു. അയ്യോ പാവം, പോട്ടെ പോട്ടെ. ഇതെന്താ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ശിഷ്യനിൽ നിന്നൊരാക്രമണം ഞാൻ പ്രതീക്ഷിച്ചില്ല. സാരമില്ല, ഇത് ഞാൻ പാത്രം അറിഞ്ഞ് വിളമ്പിക്കോളാം. അവന് കൃത്യമായിട്ട് സംഭവം. രണ്ട് മാസം ഒരു മാസത്തിന് ഇടയ്ക്ക് ചേട്ടൻ സിനിമാക്സിൽ രണ്ട് പല്ലും കൂടി എടുത്താലോ? അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ? സിനിമാക്സിൽ വന്നപ്പോ തിയേറ്ററിന്റെ അകത്ത് ചേട്ടൻ ഉണ്ടായിരുന്നു, ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. അപ്പോഴും ഞാനും വ്യക്തമായിട്ടുള്ള ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാം. ഇളിക്കല്ലേ, ഈ സമയത്ത് ഞാൻ പ്രായമൊന്നും നോക്കൂലോ പാപ്പ. ഈ ഒരു കയ്യകലത്തിൽ നിന്ന് മാറി അവിടെ എവിടെയെങ്കിലും പോയിരുന്നു. പക്ഷെ എന്തായാലും ഭാര്യ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ നിന്നെ മറക്കില്ല. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇനി അഥവാ എപ്പോഴെങ്കിലും മറന്നു പോയാ എന്നെ ഓർമ്മിപ്പിക്കണേ. ഇതങ്ങനെ പെട്ടെന്നൊന്നും മറക്കില്ല.